വിശദാംശങ്ങൾ നൽകിയത്. കൈക്കൂലി വാങ്ങിയ പോലീസുകാരന് വേണ്ടി ഇടപെട്ടതിൽ നടപടിയുമായി തൃശൂർ വിജിലൻസ് കോടതി. ഉത്തരവാദിത്തപ്പെട്ട സംഘടന എങ്ങനെ കൈക്കൂലിക്കാരന് വേണ്ടി ജാമ്യാപേക്ഷ സമർപ്പിച്ചു എന്നാണ് ചോദ്യം. സംഭവത്തിൽ വിജിലൻസ് കോടതി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. സൂരജ് സജി തൃശൂരിൽ ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. സൂരജ്, എന്താണ് ഈ സംഭവം? ഇതിൽ ഈ ഉദ്യോഗസ്ഥൻ ചെയ്ത തെറ്റെന്താണ്? അപ്പോൾ ഈ കൈക്കൂലി എന്തിനാണ് വാങ്ങിയത്? ഒപ്പം തന്നെ ഈ ഏത് സംഘടനയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടതിൽ തൃശൂർ വിജിലൻസ് കോടതിയുടെ നിരീക്ഷണങ്ങൾ അത് സുപ്രധാനമാണല്ലോ. വിവരങ്ങൾ എന്താണ്? പ്രജിൻ, ഈ മാസം 2-ാം തീയതിയാണ് ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള സജീഷ് 2000 രൂപ കൈക്കൂലി വാങ്ങുമ്പോൾ വിജിലൻസിന്റെ പിടിയിലാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സജീഷ് നേരത്തെ തൃശൂർ വിജിലൻസ് കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും അത് കോടതി തള്ളുകയും ചെയ്തു. ഇതിനുശേഷം വീണ്ടും അതേ കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ കൂടി സമർപ്പിച്ചു. പക്ഷേ ഇന്ന് രാവിലെ ആ ജാമ്യാപേക്ഷ സജീഷിന്റെ അഭിഭാഷകൻ പിൻവലിക്കുകയായിരുന്നു. അത് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് പോലീസ് അസോസിയേഷൻ ഹൈക്കോടതിയിൽ സജീഷിന് വേണ്ടി ഒരു ഹർജി ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച അപേക്ഷ പിൻവലിക്കുകയാണ് എന്നുള്ളതാണ് അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത്. ഇത് കുടുംബാംഗങ്ങളോ താനോ പ്രതിയോ അറിഞ്ഞുകൊണ്ടല്ല ഈ അസോസിയേഷൻ പോലീസ് അസോസിയേഷൻ ഇത്തരം ഒരു ജാമ്യാപേക്ഷ സമർപ്പിച്ചതെന്ന് അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ഈ അസോസിയേഷനെതിരെ രൂക്ഷ വിമർശനവുമായി കോടതി രംഗത്തെത്തിയത്. ഈ പോലീസ് അസോസിയേഷൻ പോലൊരു സംഘടനയ്ക്ക് എങ്ങനെ ഈ ഒരു കൈക്കൂലിക്കാരന് വേണ്ടി നടക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് വിജിലൻസ് കോടതി ആരാഞ്ഞത്. ഇതിനുശേഷമാണ് പ്രതിയും കുടുംബാംഗങ്ങളും അറിയാതെ ഒരു ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് സംബന്ധിച്ച് ഈ പ്രതിയുടേതടക്കം മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു അസാധാരണ നടപടിയും അതിരൂക്ഷ വിമർശനവുമാണ് ഇപ്പോൾ ഈ പോലീസ് അസോസിയേഷനെതിരെ തൃശൂർ വിജിലൻസ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പ്രജിത്ത്, യെസ്, സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശൂരിൽ നിന്നും.